ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 4 വാക്യം വായിച്ചു കൊള്ളട്ടെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വാച്ച് ഔട്ട് ദാറ്റ് നോ വൺ ഡിസീവ്സ് യു. ഈ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ പ്രതികരണമായിട്ടാണ് ഈ വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വസ്തുത ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എപ്പോഴൊക്കെ നാം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ തൽപരരാകുന്നുവോ മാർഗം തെറ്റിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 14 അധ്യായത്തിൽ യേശു വെള്ളത്തിന്മീതെ നടക്കുന്ന സംഭവം ഈ വസ്തുതയെ വ്യക്തമായി പഠിപ്പിക്കുവാൻ ഇടയാകുന്നു. വെള്ളത്തിന്മീതെ നടക്കുന്നത് ഒരു അത്ഭുതം തന്നെ. അത് ചെയ്യുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമാണ്. അത് ദൈവത്തെ പരീക്ഷിക്കുവാനുള്ളതല്ല. യേശുവിൻ്റെ വാക്കിനാൽ പത്രോസും വെള്ളത്തിന്മീതെ നടന്നു. എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ വീണ്ടും ഭയപ്പെട്ടു, മുങ്ങിപ്പോകുന്നു എന്ന് ചിന്തിച്ച് നിലവിളിച്ചു. പത്രോസ് മുങ്ങിപ്പോകുവാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേത് അവൻ്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറി സാഹചര്യങ്ങളിലേക്ക് തിരിഞ്ഞു. രണ്ടാമത്തേത് അവൻ ദൈവത്തെ പോലെ സമശക്തിയിൽ നടക്കുവാൻ ആഗ്രഹിച്ചു. മൂന്നാമത്തേത് അവൻ യേശുവിൻ്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ചില്ല. വചനം നമ്മെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ പ്രോത്സാഹിക്കുന്നു. വചനം നമ്മെ അനുസരണത്തിൽ ജീവിക്കുവാൻ ഇടവരുത്തുന്നു. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് സത്യവും ജീവനും പുനരുത്ഥാനവുമായ ക്രിസ്തുവിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെ വചനാടിസ്ഥാനത്തിൽ വിലയിരുത്താം. യേശുവിൻ്റെ രണ്ടാം വരവ് മഹത്വ പ്രത്യക്ഷതയോട് ആകുന്നുവല്ലോ. ആരും അത് അറിയാതെ പോകുകയില്ല. വചനാടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. യേശുവിനെ എതിരേൽക്കാൻ പ്രത്യാശയോടെ കാത്തിരിക്കാം. ആ സമയം എപ്പോൾ വരും എന്ന് നമുക്കറിയില്ല. എങ്കിലും നാം അന്ത്യനാളിൽ ആണ് ജീവിക്കുന്നതെന്ന് സൂക്ഷ്മതയോടെ നമ്മുടെ ഓട്ടം കർത്താവിൽ ആയിത്തീരട്ടെ. നോമ്പ് കാലം ശുദ്ധീകരണത്തിൻ്റെയും ദൈവവചനത്തിൽ ശക്തീകരണത്തിൻ്റെയും ദിവസങ്ങളാകുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ പത്രോസിൻ്റെ ചഞ്ചല വിശ്വാസത്തെ ത്യജിച്ച് ക്രിസ്തുവിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം ജീവിക്കുവാൻ ദൈവം ഇവരെ സഹായിക്കട്ടെ. ഞങ്ങളുടെ രക്ഷിതാവാം ആയ ക്രിസ്തു യേശുവെ, അങ്ങയിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടല്ലോ. ഞങ്ങളുടെ വിശ്വാസക്കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വചനം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.